ശൗലിൻ്റെ ദമാസ്കസിലേക്കുള്ള യാത്രയുടെ നടുവിൽ അദ്ദേഹത്തിന് മുൻപിൽ വെളിപ്പെട്ട തേജസ്സിൻ്റെ നാഥനുണ്ട്. അതൊരു അസാധാരണമായ ആത്മീക ഇടപെടലായിരുന്നു. അന്ധനായി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. പിന്നീട് അനനിയാസിൻ്റെ കൈവപ്പ് പ്രാപിക്കുന്നു. പിന്നീട് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടുന്നു. വെളിപ്പാടുകളുടെ ആഴം പ്രാപിക്കുന്നു. എന്നാൽ ഇതെല്ലാം സംഭവിക്കുമ്പോഴും പൗലോസ് പറയാൻ മടിക്കാത്തൊരു അത്ഭുതകരമായ സത്യമുണ്ട്. ആസിയിൽ വെച്ച് ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഒരുപാട് പ്രതിസന്ധികളുടെ അനുഭവങ്ങൾ 1, 2 എന്ന് പറഞ്ഞ് എണ്ണമിട്ട് രേഖപ്പെടുത്തിയ ഒരു ദൈവദാസനാണ് അദ്ദേഹം. അവിടെ കൊണ്ട് തീരുന്നില്ല. പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴമാർന്ന വെളിപ്പാടുകൾ ഇത്ര അതിസൂക്ഷ്മമായി പ്രതിപാദിക്കാൻ ദൈവകൃപ ലഭിച്ച ഒരു ദൈവദാസൻ വേറെ ഉണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിനെ ശരിക്കും മഥിക്കും. എന്നാൽ ആസിയിൽ വെച്ചുണ്ടായ കഷ്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തി: ജീവനോടെ ഇരിക്കുമോ എന്ന് പോലും നിരാശ തോന്നുമാറ് ശക്തിക്ക് മീതെ ഞങ്ങൾ അത്യന്തം ഭാരപ്പെട്ടു. മരണഭയമുണ്ടായി, നിരാശയുണ്ടായി, ജീവിതത്തിൽ ഒരു അനിശ്ചിതത്വം തന്നെ വേട്ടയാടി. എന്നാൽ അവിടെ എങ്ങനെയാണ് അദ്ദേഹം ജയിച്ചത്? അവിടെ അദ്ദേഹം ജയിച്ചത്, അതിന് തൊട്ടു താഴെ അദ്ദേഹം എഴുതി, അതിന് നിങ്ങളും പ്രാർത്ഥനയാൽ ഞങ്ങളെ തുണയ്ക്കുന്നുണ്ടല്ലോ. ഇതിൽ നിന്നൊരു ഗൗരവമായ സന്ദേശം എന്ന് പകൽ പങ്കുവയ്ക്കാനുള്ളത്, ഒരു ദൈവ പൈതലും വ്യക്തിപരമായ പ്രാർത്ഥനയാൽ ബഹുദൂരം വിജയത്തോടെ സഞ്ചരിക്കുന്നില്ല. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, നിർണായകമായ സാഹചര്യങ്ങളിൽ നമുക്കെവിടെയൊക്കെയോ കൂട്ടായ്മയുടെ പ്രാർത്ഥനകൾ, പ്രാർത്ഥനയുടെ സഹായം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ മതിയാകത്തുള്ളൂ. എല്ലാം തനിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ജയമെടുത്ത് കയറാമെന്ന് നമ്മൾ അങ്ങനെ അങ്ങ് വ്യാമോഹിക്കരുത്. ചില നേരങ്ങളിൽ കൂട്ടായ്മയുടെ പ്രാർത്ഥനകൾ, നമ്മുടെ കൂട്ടുദാസന്മാരുടെ, കൂട്ടുദാസിമാരുടെ, നമ്മളെ സ്നേഹിക്കുന്ന ദൈവജനത്തിൻ്റെ പ്രാർത്ഥനകൾ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. പൗലോസിന് പോലും അങ്ങനെ ഒരു പ്രാർത്ഥന ആവശ്യമായിരുന്നു. അതിന് പൗലോസ് പറയുന്ന പ്രയോഗം, പലരാൽ പെരുകിയ കൃപ നിമിത്തം പലരാലും സ്തോത്രം പെരുകാൻ ഇടവരുമെന്ന്. ഈ ദിവസങ്ങളിൽ അതിശക്തമായ പ്രാർത്ഥനയുടെ ചെങ്ങലകൾക്കകത്ത് കണക്റ്റായി കിടക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കും സഹായം തരട്ടെ.